ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അടുക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സൈക്കിളിൻ്റെ. അപ്പോൾ അത് നമ്മൾ കുറച്ച് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ പണിയേ ഉള്ളൂ. അപ്പോൾ എന്തെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാ ഫസ്റ്റ് തന്നെ ഇതാക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഈ മഡ്ഗാർഡ് ഉണ്ടായിട്ടില്ല. പോരാണ്ട് ഇതെല്ലാം ഫുൾ തുരുമ്പം. ഇവിടെ ഈ സൈക്കിളിൻ്റെ കമ്പനി പേര്, ഇവിടെ ലോഗോ ഫുൾ സ്ക്രാച്ചും കാര്യങ്ങൾ. ഈ ഹാൻഡിൽ തന്നെ ഫുൾ തുരുമ്പം. പിന്നെ ഇവിടെ ഞാൻ ഇത് ആഡ് ചെയ്തിരുന്നല്ല, ഇത് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഈ സീറ്റിൻ്റെ കമ്പി ഇങ്ങനെയൊന്നല്ല ഉണ്ടാകുക, ഫുള്ള് തുരുമ്പിച്ചിട്ടല്ല ഉണ്ടാകുക. അപ്പോൾ ഫുൾ നമ്മൾ കുറച്ച് പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പെയിൻറ്റിനായിട്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്, മഞ്ഞ, ഗ്രേ ആണ്. ഈ കളറിലാണ് ഇത് ഉണ്ടായത്. ഇവിടെ പെയിൻ്റ് അടിച്ചതിൻ്റെ ആ ഒരു ഇത് തിരിയുന്നുണ്ട്, കണ്ടോ? ഇവിടെ എല്ലാം കണ്ടോ? ഇതെല്ലാം മഞ്ഞയായിട്ടുണ്ടായതാണ്. ഇത് ഞാൻ ബ്ലാക്ക് ആക്കിയതാണ്. ഫോക്കസ് ചെയ്യുന്നില്ല. ഇവിടെ ബ്ലാക്ക്, ഇവിടെ എന്തിനു പറയാം, ഇവിടെ നമ്മൾ ടാപ്പ് ഇട്ട് ഒടിച്ചിട്ട് ഇതാക്കിയാണ്. ഇതുമേ പെയിൻ്റ് അടിച്ച് ഇത് സിൽവർ ഉണ്ടായേ, അത് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്, കണ്ടോ? പിന്നെ ഈ മഡ്ഗാർഡ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. മഡ്ഗാർഡ് ഇവിടെ എല്ലാം പച്ചയിനും ഉണ്ടായത്, ഇതിൻ്റെ സൈഡിലെല്ലാം കളർ കാണുന്നുണ്ട്, കണ്ടോ? ഇതെന്തായാലും കൈ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഷീറ്റ് റെഡ് ചെയ്യുന്നുണ്ടായ മഴയിലും കൊണ്ടിട്ട് അങ്ങനെ ഇതായതാ. 3 മാസത്തോളം ഇത് മൂലക്കാണ്ടായ യൂസ് ചെയ്യാണ്ട്. പിന്നെ കട്ട ബാക്ക് കട്ട നമുക്ക് മാറ്റണം. പിന്നെ ചെയ്യാനുള്ള ഇനിയിപ്പോൾ വർക്ക് ബാക്കിയുള്ളത് കട്ട മാറ്റണം. പെഡലെല്ലാം കണ്ട ഫുള്ള് പോയിട്ട് അത് മാറ്റണം. ഈ ചവിട്ടുമ്പോൾ ഇതിലിപ്പോൾ ഒരു ഇതിനേ ഉള്ളൂ, ഒറ്റ ചവിട്ടിനേ ഉള്ളൂ. എന്നാലും പവറിൽ ചവിട്ടില്ല, ഇത് ഒറ്റ ചവിട്ടെന്ന് വിചാരിച്ചു. ഇവിടെ എന്തെല്ലാം ഉണ്ടായിനി, ബാക്കി ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഇതാക്കിയാണ്. ഡയർന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഇവിടെയുള്ള. പിന്നെ ഈ റിമ്മിൽ പെയിൻ്റ് അടിക്കണം. ട്യൂബ് ഞാൻ ഇതാക്കുമ്പോൾ പാച്ചാണ്ടായ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ പോരാണ്ട് ഇത് ചങ്ങല പായതാണ്, തുരുമ്പം, അതുകൊണ്ട് ആ കളർ അങ്ങനെ. ഇൻഷാല്ലാ പൈസ കിട്ടി നമുക്ക് മാറ്റാം. ബാക്കിൽ മഡ്ഗാർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റാൻഡ് നമ്മൾ പെയിൻ്റ് അടിച്ച് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ മാറ്റിയിട്ടില്ല, ഫ്രണ്ട് ടയറിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബ്രേക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ റെഡ് കളറായിട്ട് എന്താ, റെഡ് കളറ്, റെഡ്, ബ്ലാക്ക്, ഗ്രേ, യെല്ലോ ഈ കളറിലാണ് ചെയ്തത്. ഇപ്പോൾ ചങ്ങായിമാരെല്ലാം പറയാം ഇവിടെയല്ലോ ഇതാക്കാൻ, അവിടെയല്ലോ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ, റെഡ് അടിക്കാൻ, ഈ യെല്ലോ ഉള്ളിടത്തെല്ലാം റെഡ് അടിക്കാൻ. അപ്പോൾ റെഡ് അടിക്കാൻ ബ്രഷ് എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ്. ഇതിപ്പോൾ ഇവിടെ കൊള്ളായിട്ട് നമ്മൾ ഈ ബ്രേക്ക് പിടിച്ചിട്ട് വെക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേ സൈക്കിൾ അത് അവിടെ ഉണ്ട്, അത് ഫുള്ള് പൊടിയാം. ഇതണ്ട ഫുള്ള് പൊടിയാം, ചളിയെല്ലാം കണ്ട. ഇതണ്ട ഇതെല്ലാം ഫുള്ള് കണ്ടീഷൻ. ഇതിൽ ഇത് വേണ്ട ഊരി മാറ്റരുത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഫുള്ള് കമൻറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.